ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ടി വി ആണ് ഈ കാണുന്നത്. 50 ഇഞ്ചാണ് ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത്. അപ്പം ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് ബിഗ് സ്ക്രീനിലേക്ക് ഒന്ന് മാറണം. കുറച്ചൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ മൂവീസ് ഒക്കെ കാണുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ സൈസ് കുറച്ച് വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഹൈ ക്വാളിറ്റി ഒരു പിക്ചർ ക്വാളിറ്റിയോടെ കിട്ടുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതിനായിട്ട് ഞാൻ ഇന്നൊരു കിഡിലൻ പ്രോഡക്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പിക്സ്പാക്ക് എഡ്ജ് ട്രിപ്പിൾ ലേസർ അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ ആണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രൊജക്ടർ അല്ല ഇത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രൊജക്ടർ നമ്മൾ വാളിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് ഫോക്കസ് പ്രൊജക്ടർ ആയതുകൊണ്ട് ഇതിന്റെ സ്ക്രീൻ സൈസ് എത്രയും കിട്ടുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിൽ 200 ഇഞ്ച് വരെയുള്ള സ്ക്രീൻ സൈസ് ഇതിൽ കിട്ടും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ബ്രൈറ്റ്നസിന്റെ കാര്യമാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. 4500 ആൻസി ലൂമിനാണ് ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നത്. അതായത് നമ്മളൊരു നല്ല വെട്ടമുള്ള റൂമിലാണെങ്കിലും ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോസ് പ്ലേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ, നല്ല ക്ലാരിറ്റിയിൽ, നല്ല ബ്രൈറ്റ്നസ്സിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ പ്രൊജക്ടറുകൾ അങ്ങനെ ലൈറ്റുള്ള റൂമിലായിരിക്കത്തില്ലല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മൾ നല്ല ഡാർക്ക് റൂമിലായിരിക്കും പ്രൊജക്ടറുകൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ചെറിയ വെട്ടമൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊജക്ടർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടർ ഭയങ്കര യൂസ്ഫുൾ ആവും. അത്രയ്ക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഈ ഒരു പ്രൊജക്ടറിൽ ലഭിക്കുന്നുണ്ട്. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടുകൊള്ളുക. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിന് വേണ്ടി ഒരുങ്ങാവൂ. പിന്നെ ഈ ഒരു പ്രൊജക്ട് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20,000 ഡിസ്കൗണ്ട് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. ഇങ്ങനൊരു ബോക്സിലാണ് ഈ പ്രൊജക്ടർ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ചാർജിങ് അഡാപ്റ്റർ ആണ്. ചാർജിങ് അഡാപ്റ്ററിനോടൊപ്പം തന്നെ ഇതിന്റെ റിമോട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. റിമോട്ട് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ട് ആണിത്. റിമോട്ടിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ മുമ്പോട്ട് പറഞ്ഞുതരാം. ഈ ബോക്സിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു യൂസർ മാനുവലിലൂടെ കാണാൻ സാധിക്കും. ഫൈനലി നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്രൊജക്ടർ ആണ് ഇത് ഈ കാണുന്നത്. വൈറ്റ് ഫിനിഷിംഗിലാണ് ഇത് വന്നിട്ടുള്ളത്. മാറ്റ് ഫിനിഷിംഗ് ആണ് ഈ പ്രൊജക്ടറിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗ്ലോസി ഫിനിഷിംഗ് സെറ്റപ്പ് ആണ് വന്നിട്ടുള്ളത്. അവിടെ പിക്സ്പാക്ക് എന്ന് പറയുന്നവരുടെ ബ്രാൻഡിങ് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു വശത്തായിട്ട് ഒരു HDMI പോർട്ടും 2 USB പോർട്ടുകളും കാണാൻ സാധിക്കും. അതിനടുത്തായിട്ട് ചാർജിങ് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ സാധാരണ പ്രൊജക്ടറുകൾ ഇല്ലാത്ത ഒരു കാര്യം ഈ ഒരു പ്രൊജക്ടറിൽ കാണാൻ സാധിക്കും. ഒരു ടൈപ്പ് C USB പോർട്ടാണ് ഈ നൽകിയിരിക്കുന്നത്. അതിന്റെ അടുത്തായിട്ടാണ് പവർ ബട്ടൺ നൽകിയിരിക്കുന്നത്. ഈ പവർ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊജക്ടർ ഓൺ ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റിമോട്ടിൽ നിന്ന് നമുക്ക് പ്രൊജക്ടർ ഓൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ പ്രൊജക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പ്രൊജക്ടർ എവിടെ നിന്നായിരിക്കും സെറ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് പ്രൊജക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രൊജക്ടർ വെച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെങ്കിൽ ഈ പ്രൊജക്ടർ ഞാൻ ഈ ഒരു ടേബിൾ, അതായത് ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വാളിൽ നിന്നുള്ള പ്രൊജക്ടറിന്റെ ഡിസ്റ്റൻസ് ഏകദേശം ഒരു 14-15 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ ഈ പ്രൊജക്ടർ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 100 ഇഞ്ചിന്റെ വലുപ്പമുള്ള ഒരു സ്ക്രീനാണ് എനിക്ക് ഇപ്പൊ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ നമുക്ക് പ്രൊജക്ടർ വാളിൽ നിന്ന് എത്രയും പിറകിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവെക്കുന്നു അതിനനുസരിച്ച് സ്ക്രീനിന്റെ സൈസ് നമുക്ക് വലുതായിട്ട് ലഭിക്കുന്നതാണ്. പ്രൊജക്ടറിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഡാർക്ക് റൂമിലല്ല കാണുന്നത്. ഞാൻ 2 സൈഡിൽ, ഇവിടെ ഈ സൈഡിൽ ഒരു ലൈറ്റ് ഉണ്ട്, സ്റ്റുഡിയോ ലൈറ്റ്, ഈ സൈഡിൽ നിന്ന് മറ്റൊരു ലൈറ്റ്, 2 ലൈറ്റുകൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു പ്രൊജക്ടർ പ്ലേ ചെയ്യുന്നത്. നല്ല ക്ലിയർ ആയിട്ട് തന്നെ സ്ക്രീനിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ലൈറ്റ്, ഇവിടെ വെച്ചിരിക്കുന്ന ലൈറ്റ് നേരെ പ്രൊജക്ടറിന് നേരെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും അത്രയും ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിന്റെ ബ്രൈറ്റ്നസിനെ കുറിച്ചൊന്നും പറയാനേ ഇല്ല. കാരണം അമ്മാതിരി ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാനിവിടെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ വാളിലാണ്. പ്രൊജക്ടർ സ്ക്രീൻ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾ ഒരു പ്രൊജക്ടർ സ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ ഒത്തിരി ബെറ്റർ ആയിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റി കിട്ടും. ALR സ്ക്രീൻ ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുകയും പ്രിഫർ ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ടിവിയുടെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് പ്രൊജക്ടറിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ക്രീനുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വാളിലൊക്കെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ ചെറിയ വളമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ കാരണം വാള് ഈവൻ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു പ്രശ്നം സൈഡിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും ഒരു വിഷയമേ അല്ല, കാരണം നമ്മൾ അത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. കാരണം ഇതിന്റെ പിക്ചർ ക്വാളിറ്റി അത്രയും നല്ലതായതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ ശ്രദ്ധ പോകത്തില്ല. അപ്പൊ നിങ്ങളൊരു പ്രൊജക്ടർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു പ്രൊജക്ടർ സ്ക്രീനൂടെ വാങ്ങിക്കൊള്ളുക. കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രൊജക്ടറിന്റെ മാക്സിമം ഒരു പിക്ചർ ക്വാളിറ്റി എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊജക്ടർ സ്ക്രീൻ വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ
ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ പരിചയപ്പെട്ടായിരുന്നു. അതിൻ്റെ അതിൽ ഈ നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന വാളിൽ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള പെയിന്റുകൾ കിട്ടും. അങ്ങനെയുള്ള പെയിന്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. പ്രൊജക്ടർ സ്ക്രീൻ ഒന്നും വാങ്ങാനുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന്റെ ഫസ്റ്റ് ടൈം സെറ്റപ്പും ഭയങ്കര സിമ്പിൾ ആണ്. കാരണം അഡ്വാൻസ്ഡ് ഇന്റലിജന്റ് സ്ക്രീൻ അഡാപ്റ്റേഷൻ വിത്ത് TOF, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് ലെൻസ് സെൻസർ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ ടൈം ഓട്ടോ ഫോക്കസും ഓട്ടോ കീ സ്റ്റോൺ കറക്ഷനും ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രൊജക്ടർ ചെറുതായിട്ടൊരു മൂവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസിങ്ങും ഓട്ടോ കീ സ്റ്റോണും ഇതിൽ ലഭിക്കും. മാനുവലി നമുക്ക് റിമോട്ടിലൂടെ ഇത് ചെയ്യേണ്ട കാര്യമേ വരത്തില്ല. ഒരു പ്രാവശ്യം പോലും ഈ പ്രൊജക്ടർ പലയിടങ്ങളിൽ ഞാൻ യൂസ് ചെയ്ത സമയത്തും എനിക്ക് മാനുവൽ ഓട്ടോ ഫോക്കസിങ്ങോ ഓട്ടോ കീ സ്റ്റോണോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം അത്രയ്ക്കും അക്യുറേറ്റ് ആയിട്ട് ഇന്റലിജന്റ് ആയിട്ട് തന്നെ ഓട്ടോ ഫോക്കസിങ്ങും കീ സ്റ്റോണും കറക്ഷനും എല്ലാം ഈ ഒരു പ്രൊജക്ടർ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ ഇതൊരു പ്രൊജക്ടർ സ്ക്രീനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രെയിം ഫിക്സ് ചെയ്യും. അതായത് സ്ക്രീൻ അറേഞ്ച് ചെയ്ത് പ്രൊജക്ടർ സ്ക്രീനിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വാൾ പ്രൊജക്ഷൻ ചെയ്യുന്ന സമയത്ത് വാൾ ലെവൽ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോർണേഴ്സിലും എഡ്ജസിലും ഒക്കെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഈ പ്രൊജക്ടറിന് താഴെ 2 ലെഗ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടൈറ്റ് ചെയ്തും ലൂസ് ചെയ്തും കൊണ്ട് നമുക്ക് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ട്രിപ്പിൾ ലേസർ ടെക്നോളജിയാണ് വരുന്നത്. റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ മൂന്നിനും ഡിഫറെന്റ് ലേസർ ആണ് ലഭിക്കുക. അതർ ബ്രാൻഡ്സിൽ വരുന്നത് 1 റെഡ് 2 ബ്ലൂ വിത്ത് ഗ്രീൻ ഫിൽറ്റർ ആയിരിക്കും. ബട്ട് ഇവിടെ 3 ബീമും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കളർ റീപ്രൊഡക്ഷൻ അപ് ടു 1 ബില്യൺ കളേഴ്സ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ലൈറ്റ് സോഴ്സും 3 ലേസറിൽ നിന്നായതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് എല്ലാ സിറ്റുവേഷനിലും നന്നായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. സ്കൂളിലും കോളേജിലും ഓഫീസിലും അതുപോലെ ഓപ്പൺ എൻവയോൺമെന്റിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രൊജക്ടറിലെ പിക്ചർ ക്വാളിറ്റി മാത്രമല്ല ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയും അടിപൊളിയാണ്. ഞാൻ ഈ പ്രൊജക്ടർ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ആയി വരുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്രൊജക്ടർ ഓഫ് ചെയ്യാണ്. പ്രൊജക്ടർ ഓൺ ആയി വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഏത് ലെവലാണെന്നുള്ളത്. എങ്ങനെയുണ്ട് ആ ഒരു സൗണ്ട്? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തോ സെറ്റപ്പുകളുണ്ട്. ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി സൂപ്പർ ആണെന്നുള്ള കാര്യം നമുക്കിത് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന് സൗണ്ട് കൂട്ടി കാണിച്ചു തരാമേ. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നും ഇതിൽ നിന്ന് തന്നെയാണോ ഇത്രയും സൗണ്ട് വരുന്നത്. അത്രയ്ക്കും അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊജക്ടറിനുള്ളത്. 30+30 വാട്ട്സിന്റെ ഡോൾബി സ്പീക്കേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഡോൾബി മാറ്റ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലും ഒക്കെ 5.1 ചാനൽ സറൗണ്ടിങ് കിട്ടുന്ന മൂവീസ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എഫക്ട് നമുക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. സറൗണ്ടിങ് ഒരു സൗണ്ട് എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് ലഭിക്കുക. ഇതിൽ നമുക്ക് സൗണ്ട് ബാറും ബ്ലൂടൂത്ത് സ്പീക്കറും ഹെഡ്ഫോണും ഒക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.3 ആണ്. ഒപ്പം തന്നെ HDMI EARC സപ്പോർട്ടും ഈ പ്രൊജക്ടറിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. ഔട്ട് ഓഫ് ദ ബോക്സിൽ തന്നെ ഇതിന്റെ സൗണ്ട് സെറ്റിംഗ്സ് കുഴപ്പമില്ല. അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പ്രീസെറ്റ് വല്ലതും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗണ്ട് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ കാണിച്ചു തരാം. സെറ്റിംഗ്സിൽ ഇവിടെ സൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ വന്നാൽ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള പല പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്, വിവിഡ്, മ്യൂസിക്, മൂവി, ന്യൂസ്, സ്പോർട്സ്, അങ്ങനെ പല പ്രീസെറ്റുകളുണ്ട്. നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം ഇതിൽ അഡ്വാൻസ്ഡ് 3D സപ്പോർട്ടും വരുന്നുണ്ട്. 3D ഗ്ലാസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 3D വിഷ്വൽസ് ഇതിൽ ആ ഒരു 3D എക്സ്പീരിയൻസിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ 3D ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ 3D ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് ഈ ഒരു പ്രൊജക്ടറിൽ 3D വിഷ്വൽസും പ്ലേ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൊജക്ടറിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസും നെക്സ്റ്റ് ലെവലാണ്. ഇതിൽ നമുക്ക് സെറ്റിംഗ്സിൽ
ഗെയിം മോഡ് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അൾട്രാ ലോ ലേറ്റൻസി 28 ms ആണ്. 120 Hz നിങ്ങൾക്ക് ഇതിൽ ഗെയിം പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ HDMI വേർഷൻ വരുന്നത് 2.1 ആണ്. അതേപോലെ MEMC അതായത് മോഷൻ എസ്റ്റിമേഷൻ മോഷൻ കംപ്രഷൻ ടെക്നോളജി ഇതിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രൊജക്ടർ സെറ്റിംഗ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ സെറ്റിംഗ്സിൽ പ്രൊജക്ടർ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൊജക്ഷൻ മോഡ് സെറ്റ് ചെയ്യാം. പിന്നെ ബ്രൈറ്റ്നസ് സെക്ഷനിൽ ബ്രൈറ്റ്നസിന്റെ കുറെ പ്രീസെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്, ഹൈ, അതേപോലെ പെർഫോമൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ നിന്ന് അത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ HDR, MEMC ഞാൻ പറഞ്ഞതുപോലെ അതൊക്കെ ഓൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 50% വെക്കുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല. ഫാൻ കറങ്ങുന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാകത്തില്ല. ഈ ഒരു പ്രൊജക്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ ഫാൻ കറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാനേ പറ്റത്തില്ല. ഒട്ടും നോയ്സ് ഇല്ല, അത്ര സൈലന്റ് ആയിട്ട് ഈ ഒരു ഫാൻ ഇവിടെ വർക്ക് ചെയ്യാം. പിന്നെ ഓട്ടോ ഫോക്കസ്, ഓട്ടോ കീ സ്റ്റോൺ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. സാധാരണ പ്രൊജക്ടറുകളിൽ വരുന്ന ഓട്ടോ ഫോക്കസും ഓട്ടോ കീ സ്റ്റോണും അല്ല ഈ ഒരു പ്രൊജക്ടറിൽ. ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ഈ പ്രൊജക്ടറിന്റെ കളർ സെറ്റിംഗ്സ് 8 ബിറ്റിലാണ്. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് 10 ബിറ്റിലേക്കോ 12 ബിറ്റിലേക്കോ മാറ്റാനായിട്ട് സാധിക്കും. അതിനായിട്ട് സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ ആൻഡ് സൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഉണ്ട്, അതിൽ വരിക. അതിനുശേഷം ഇവിടെ ഡൈനാമിക് റേഞ്ച് ആൻഡ് കളർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ വരിക. ഇവിടെ കളർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കളർ ഫോർമാറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 8 ബിറ്റ് ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് 10 ബിറ്റ് ആക്കുക. 10 ബിറ്റ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 12 ബിറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. 10 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കളർ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രൊജക്ടറിൽ ട്രിപ്പിൾ ലേസർ ടെക്നോളജിയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ രണ്ട് പ്രയോജനങ്ങൾ എന്താണെന്ന് പറയാം. ഒന്ന്, ലോ പവർ കൺസംഷൻ ആയിരിക്കും. രണ്ടാമത്തേത്, ലോ ഹീറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഓവർ ഹീറ്റ് ആകുന്ന പ്രശ്നങ്ങളൊന്നും ഈ ഒരു പ്രൊജക്ടറിൽ ഉണ്ടാകത്തില്ല. ഈ പ്രൊജക്ടറിൽ രണ്ട് രീതിയിലുള്ള പവർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന്, നമ്മൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്ന അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. അതല്ലാതെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൽ വേണമെന്നുണ്ടെങ്കിൽ പവർ ബാങ്കോ അല്ലെങ്കിൽ മറ്റ് അഡാപ്റ്ററുകളോ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെയും നമുക്കിത് റൺ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം അത്രയ്ക്കും പോർട്ടബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഈ ഒരു പ്രൊജക്ടറിൽ ബ്രാൻഡ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം എനിക്ക് ഈ പ്രൊജക്ടറിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇതിലെ ആംബിയൻ ലൈറ്റ് സെറ്റപ്പ്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് ചേഞ്ച് ആയി വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, ഈ ആംബിയൻ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ നമുക്ക് സെറ്റിംഗ്സിൽ നിന്ന് ചേഞ്ച് ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. ഈ പ്രൊജക്ടറിൽ IP5X റേറ്റിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒപ്റ്റിക്കൽ ഷീൽഡ് എഞ്ചിനിൽ ഒന്നും തന്നെ ഡസ്റ്റിന്റെ ഇഷ്യൂ ഉണ്ടാകത്തില്ല. നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പ്രൊജക്ടറുകൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രൊജക്ടറുകളിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒപ്റ്റിക്കൽ എഞ്ചിൻ്റെ അതൊക്കെ ഡസ്റ്റ് കയറി ഇതിന്റെ ക്വാളിറ്റി കുറയുന്നു, പല പല പ്രശ്നങ്ങളാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ടോട്ടലി ഡസ്റ്റ് പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നമ്മുടെ പ്രൊജക്ടറിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ഈ പ്രൊജക്ടറിൽ IP5X റേറ്റിംഗ് ആണ് ലഭിക്കുന്നത്. ഈ പ്രൊജക്ടറിൽ ഡ്യുവൽ OS ആണ് വരുന്നത്. നിങ്ങൾ സ്കൂളിലോ ഓഫീസിലോ ഒക്കെ ഒരു പ്രസന്റേഷന് വേണ്ടിയാണ് ഈ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ആപ്സും ഇവിടെ നൽകിയിട്ടുണ്ട്. Android 13 ആണ് ഇതിൽ വരുന്നത്. 2GB റാമും 32GB ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു OS നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി Google TV ഇവിടെ ലഭിക്കുന്നുണ്ട്. Google TVക്ക് വേണ്ടി നിങ്ങൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് Google TV ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ Google TV ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Android 14 ഇത് റൺ ചെയ്യുന്നത്. 2GB റാമും 8GB സ്റ്റോറേജുമാണ് ഈ ഒരു OS നിങ്ങൾക്ക് ലഭിക്കുക. Google TVയിൽ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് ഓക്കെ ആണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഇതിൽ തോന്നിയത് ഇതിന്റെ റിമോട്ട് ആണ്. റിമോട്ടിൽ നമുക്ക് വോയിസ് അസിസ്റ്റന്റ് ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഈ Google TVയിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് വോയിസ് കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓപ്പൺ യൂട്യൂബ്. യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. പ്ലേ മലയാളം മൂവി സോങ്. യെസ്, റിസൾട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റന്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് വരുന്നുണ്ട്. ഈ പ്രൊജക്ടറുകളിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം ഇതിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. ജസ്റ്റ് പറഞ്ഞാൽ മതി, കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതേപോലെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു പ്രൊജക്ടർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 99,999 ആണ്. വെയിറ്റ് അത്രയും പൈസയൊന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരത്തില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് 20,000 ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ്
യൂസ് ചെയ്താൽ മതി. CAM20 എന്ന് പറയുന്ന കൂപ്പൺ കോഡാണ്. ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് 20,000 ഡയറക്റ്റ് ഡിസ്കൗണ്ട് കിട്ടും. ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് പർച്ചേസ് ചെയ്യാനാണ്. ഇനി ഈ പ്രൊജക്ട് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അടിപൊളി സൂപ്പർ ആണെന്ന് പറയും. കാരണം ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ബ്രൈറ്റ്നസ്സും ഇതിന്റെ പിക്ചർ ക്വാളിറ്റിയുമാണ്. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ല പിക്ചർ ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. രണ്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയാണ്, സൗണ്ട് ബാറിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് ഇതിൽ തോന്നിയ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഈ ഒരു പ്ലേസ് ചെയ്യുന്ന ഒരു പൊസിഷൻ. നമ്മൾ സാധാരണ പ്രൊജക്റ്റുകൾ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്കായിരിക്കും പ്രൊജക്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഭിത്തിയുടെ അടുത്തുകൊണ്ട്, അതായത് നമ്മുടെ വാളിന് അടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി. നമുക്ക് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ 1-2 സെന്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നതിനനുസരിച്ച് സ്ക്രീനിന്റെ വലിപ്പം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരും. ഒരു കമന്റ് പോലും മിസ് ആകത്തില്ല. എല്ലാ കമന്റുകൾക്കുള്ള റിപ്ലൈ തരുന്നതാണ്. അപ്പം മറക്കാതെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.